നമസ്കാരം. വാർത്താസന്ധ്യയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. ഇന്ന് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുടെ വിശദാംശങ്ങളുമായി വാർത്താസന്ധ്യ ആരംഭിക്കുന്നു. തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ മൗനം തുടർന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ചോദ്യങ്ങളോട് ഇത്രയൊക്കെ സഹായിച്ചതിന് നന്ദിയെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പരിഹാസ മറുപടി. സുരേഷ് ഗോപിക്ക് പിന്തുണയുമായി ബിജെപി നേതാക്കളും രംഗത്ത് വന്നു. തൃശൂർ കമ്മീഷണർ ഓഫീസിലേക്ക് ബിജെപി നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷമുണ്ടായി. വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണം ഉയർന്ന ശേഷം ആദ്യമായി മണ്ഡലത്തിലെത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് ബിജെപി പ്രവർത്തകർ സ്വീകരണം നൽകി. ചോദ്യങ്ങൾക്ക് സുരേഷ് ഗോപിയുടെ മറുപടി ഇങ്ങനെ: ഇത്രത്തോളം സഹായിച്ചതിന് നന്ദി. ആരോപണങ്ങളിൽ സുരേഷ് ഗോപി മറുപടി പറയണമെന്ന് CPIM-ഉം കോൺഗ്രസും ആവശ്യപ്പെട്ടു. തീർച്ചയായിട്ടും അവിടെ വിജയിച്ച MP എന്നുള്ള നിലയിൽ അതിൻ്റെ അകത്ത് ഉത്തരം പറയാനുള്ള പൂർണ്ണമായ ബാധ്യതയുണ്ട്. രാഷ്ട്രീയമായിട്ട് ഇവർക്ക് ഉത്തരവാദിത്തമുണ്ട്. എന്നാൽ സുരേഷ് ഗോപിക്ക് പിന്തുണയുമായി BJP നേതാക്കൾ രംഗത്തെത്തി. ഒരു MLA പോലും ഇല്ലാത്ത പാർട്ടി ഞങ്ങളിവിടെ അനധികൃതമായി ചേർക്കുമ്പോൾ നിങ്ങൾ എന്ത് കണ്ടിരിക്കുകയായിരുന്നു? ഇവിടെ നിങ്ങളൊക്കെ പോയി തൂങ്ങിച്ചാവുന്നതാണ് നല്ലത്. തൃശൂരിൽ സുരേഷ് ഗോപിയുടെ MP ഓഫീസ് ബോർഡിൽ കരിയോയിലൊഴിച്ച CPM പ്രവർത്തകന്റെ നടപടിക്കെതിരെ BJP കമ്മീഷണർ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീ പ്രീതി മേരിയുടെ അങ്കമാലിയിലെ വീട്ടിലും കോതമംഗലത്ത് ആത്മഹത്യ ചെയ്ത 23-കാരിയുടെ വീട്ടിലും സുരേഷ് ഗോപി സന്ദർശനം നടത്തി. 24 തൃശൂർ. വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ ഉടൻ കേസെടുക്കില്ല. പരാതിയിൽ നിയമോപദേശം തേടാനാണ് പോലീസിന്റെ തീരുമാനം. തൃശൂരിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്ന് LDF-ഉം ക്രമക്കേട് തെളിയിക്കുമെന്ന് UDF-ഉം പ്രതികരിച്ചു. തിരഞ്ഞെടുപ്പ് ചട്ടലംഘനം മാത്രം ചൂണ്ടിക്കാട്ടിയാണ് സുരേഷ് ഗോപിക്കെതിരെയുള്ള TN പ്രതാപന്റെ പരാതി. ഇതിനാൽ പരാതിയിൽ തിടുക്കപ്പെട്ട കേസെടുക്കേണ്ടെന്നാണ് ADGP തലത്തിലെ വിലയിരുത്തൽ. തൃശൂരിൽ BJP ജില്ലാ നേതാവിന്റെ മേൽവിലാസത്തിൽ സംസ്ഥാന ഉപാധ്യക്ഷൻ V ഉണ്ണികൃഷ്ണൻ വോട്ട് ചെയ്തതിന്റെ തെളിവ് പുറത്തുവന്നു. എന്നാൽ തൃശൂരിൽ മാത്രമാണ് വോട്ട് ചെയ്തതെന്നാണ് V ഉണ്ണികൃഷ്ണന്റെ പ്രതികരണം. കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്നും ക്രമക്കേട് തെളിയിക്കുമെന്നും LDF-ഉം UDF-ഉം. നിയമങ്ങളെല്ലാം നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ് വളരെ വ്യാപകമായി ഇപ്പോൾ 10,000-കണക്കിന് വോട്ടുകൾ അവിടെ ചേർക്കപ്പെട്ടിരിക്കുന്നത്. ഈ മുഴുവൻ വോട്ട് എല്ലാ നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ട് ചേർത്താണ്. അത് ഞങ്ങൾ തെളിയിക്കാനുള്ള ശ്രമത്തിലാണ്. അതിൽ ഞങ്ങൾക്ക് BJPയുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. ആരോപണങ്ങൾ നാടകമെന്ന BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ജനങ്ങളെ വെട്ടിയാക്കാൻ ശ്രമിക്കുക, ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ അവരൊരു ശ്രമം. അതേസമയം ഇന്നലെയുണ്ടായ CPIM BJP സംഘർഷത്തിൽ 70 പേർക്കെതിരെ കേസെടുത്തു. 24 തൃശൂർ. വയനാടും റായ്ബറേലിയിലും ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ കോൺഗ്രസിനെതിരെ കള്ളവോട്ട് ആരോപണവുമായി BJP. ഇന്ത്യൻ പൌരത്വം നേടും മുന്നേ സോണിയാഗാന്ധിയുടെ പേര് വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചുവെന്നും BJP നേതാവ് അനുരാഗ് സിംഗ് ഠാക്കൂർ ആരോപിച്ചു. വോട്ടുകളുടെ ആരോപണത്തിൽ സംസ്ഥാന തലങ്ങളിൽ മെഗാ റാലികൾ സംഘടിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. वायनाड में 93,499 डाउटफुल वोटर हैं, जिनमें से 20,438 डुप्लीकेट वोटर हैं. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മത്സരിച്ച വയനാട്ടിലെ 1 ലക്ഷത്തോളം വോട്ടിലും രാഹുൽ മത്സരിച്ച റായ്ബറേലിയിൽ 3 ലക്ഷത്തോളം വോട്ടിലും സംശയമുണ്ടെന്ന് BJP. 1983-ൽ ഇന്ത്യൻ പൗരത്വം നേടിയ സോണിയാഗാന്ധിയുടെ പേര് 1980-ലെ വോട്ടർ പട്ടികയിൽ എങ്ങനെ വന്നെന്ന് BJP IT സെൽ മേധാവി അമിത് മാളവ്യ ചോദിക്കുന്നു. വോട്ട് കൊള്ളയെ പ്രതിരോധിക്കാനുള്ള BJP ആരോപണം വിലപ്പോവില്ലെന്ന് T സിദ്ദിഖ് MLA. ആ ആരോപണമൊന്നും ഇവിടെ വിലപ്പോവില്ല എന്നുള്ളത് മാത്രം പ്രാഥമികമായി പറയുന്നു. സംസ്ഥാന തലങ്ങളിൽ മെഗാ റാലികൾ സംഘടിപ്പിച്ച് വോട്ടുകൊള്ള ആരോപണത്തിൽ പ്രതിഷേധം ശക്തിപ്പെടുത്താനാണ് കോൺഗ്രസ് തീരുമാനം. നേരിയ വോട്ടിന് കോൺഗ്രസ് പരാജയപ്പെട്ട 48 മണ്ഡലങ്ങളിൽ വോട്ട് തട്ടിപ്പ് നടന്നെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പുതിയ പ്രചാരണ വീഡിയോ പുറത്തിറക്കിയിരിക്കുകയാണ് കോൺഗ്രസ്. गरीबदास ती का नाम है और ये वोट डाल चुका है. 24 ഡൽഹി. തദ്ദേശ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ആരോപണവുമായി UDF-ഉം BJP-യും. കോഴിക്കോട് കോർപ്പറേഷനിലെ മാറാടിൽ ഒരു കെട്ടിട നമ്പറിൽ 327 വോട്ടർമാരെ ചേർത്തുവെന്നാണ് മുസ്ലിം ലീഗിന്റെ ആരോപണം. തിരുവനന്തപുരത്ത് ക്രമക്കേട് നടന്നുവെന്ന ആരോപണമുയർത്തി BJP തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ വോട്ടർ പട്ടിക വിവാദത്തിന് പിന്നാലെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലും അട്ടിമറി നടന്നെന്ന ആരോപണമുയരുന്നത്. CPIM-നെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ആരോപണങ്ങളാണ് മുസ്ലിം ലീഗിന്റെയും BJP-യുടേതും. കോഴിക്കോട് കോർപ്പറേഷനിലെ വോട്ടർ പട്ടിക ക്രമക്കേടാണ് മുസ്ലിം ലീഗ് പുറത്തുവിട്ടത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്ന നേതാക്കൾ. 327 വോട്ടുകളാണ് ഒരൊറ്റ ബിൽഡിംഗ് നമ്പർ റൂം നമ്പറിൽ ചേർത്തിരിക്കുന്നത് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് ഒരേ വോട്ടർ ID-യിൽ പല പേരുള്ളതായി കണ്ടെന്ന് BJP-യുടെ ആരോപണം. ക്രമക്കേട് സംബന്ധിച്ച് BJP തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. നിരവധി വോട്ടർമാർക്ക് വോട്ട് കിട്ടത്തക്ക വിധത്തിൽ
വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ്. വാർഡ് വിഭജനത്തിന് ശേഷം വോട്ടർമാരുടെ എണ്ണം കൂടിയെന്ന ആരോപണം ഉയരുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കൽ പ്രക്രിയ കഴിഞ്ഞ ദിവസമാണ് പൂർത്തിയായത്. പുതുക്കിയ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുമില്ല. 24 തിരുവനന്തപുരം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കള്ളവോട്ട് ചെയ്തെന്ന തുറന്നു പറച്ചിലുമായി കൊല്ലത്തെ കോൺഗ്രസ് നേതാവ്. കോൺഗ്രസ് കിളികൊല്ലൂർ മണ്ഡലം പ്രസിഡന്റ് അസീമുദ്ദീൻ ഇക്കാര്യം തുറന്നു പറയുന്ന വീഡിയോ പുറത്തുവന്നു. വീഡിയോ പ്രചരിപ്പിച്ചതിന് പിന്നിൽ പാർട്ടിയിലെ സീറ്റ് മോഹികളാണെന്നാണ് അസീമുദ്ദീന്റെ പ്രതികരണം. 24 എക്സ്ക്ലൂസീവ്. കള്ളവോട്ടെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ ഈ ഷാനവാസ് ഖാൻ ഒരു സാധനം തെറ്റിക്കാത്ത എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത് വായിച്ചിട്ട് നിങ്ങൾ ചെയ്യുക. കള്ളവോട്ട് ചെയ്തുവെന്ന് കോൺഗ്രസ് കൊല്ലം കിളികൊല്ലൂർ മണ്ഡലം പ്രസിഡന്റ് അസീമുദ്ദീൻ തുറന്നു സമ്മതിക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. നിലവിലെ KPCC എക്സിക്യൂട്ടീവ് അംഗം ഷാനവാസ് ഖാൻ വോട്ട് മായ്ക്കാനുള്ള മഷി തന്നെന്നും അസീമുദ്ദീൻ പറയുന്നു. ഏതാണ്ട് മുൻ മണ്ഡലം പ്രസിഡന്റ് സക്കീർ ഹുസൈന്റെ നേതൃത്വത്തിൽ 1-2 പേര് ചേർന്നുകൊണ്ട് CPM-ന്റെ വീട്ടിലുള്ള വോട്ടുകൾ ദൂരെ താമസിക്കുന്നവരെ പോയി കൊണ്ടുവന്ന് CPM-ന്റെ പേരിൽ ഞങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യിപ്പിച്ചു. 13 വോട്ടിന് അന്ന് ജയിച്ചു. എന്നാൽ വീഡിയോ പ്രചരിപ്പിച്ചത് പാർട്ടിയിലെ സ്ഥാനമോഹികളെന്നായിരുന്നു അസീമുദ്ദീന്റെ പ്രതികരണം. CPIM വോട്ട് പോലും തങ്ങൾ മാറ്റി ചെയ്യിപ്പിച്ചെന്നും അതിന് CPIM ബൂത്ത് ഏജന്റ് സഹായിച്ചുവെന്നുമാണ് മറ്റൊരു വാദം. കള്ളവോട്ടെ കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം അന്ന് 2020 നമുക്കിതിന് 2005 അത്ര വലിയ ഇതൊന്നും ഉള്ളതല്ല. അവരാണ് കള്ളവോട്ട് ചെയ്തെന്നും പറഞ്ഞ് നമ്മളെ പേര് കോടതി കൊടുത്തത്. താങ്കൾ തന്നെയാണ് പറയുന്നത്. ഏതാണ് CPM ബൂത്ത് ഏജന്റുമായി സംസാരിച്ചു? എന്റെ സംസാരമല്ല, ഞാനതങ്ങനെ പറഞ്ഞിട്ടില്ല. 10 മാസം മുമ്പ് കൊല്ലം DCCയിൽ നടന്ന മിഷൻ 2025 പരിപാടിയിലായിരുന്നു അസീമുദ്ദീന്റെ തുറന്നു പറച്ചിൽ. 24 കൊല്ലം. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനങ്ങളിൽ ഇടപെട്ട് സുപ്രീം കോടതി. വൈസ് ചാൻസലറെ നിശ്ചയിക്കാനുള്ള സെർച്ച് കമ്മിറ്റി സുപ്രീം കോടതി രൂപീകരിക്കും. 4 പേരുകൾ വീതം നൽകാൻ സർക്കാരിനോടും ചാൻസലറോടും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC നിയമനത്തിലെ സർക്കാർ ഗവർണർ തർക്കത്തിനാണ് സുപ്രീം കോടതി സമവായം കണ്ടെത്തിയത്. VC നിയമനത്തിലെ പ്രധാന തർക്കവിഷയമായ സെർച്ച് കമ്മിറ്റി രൂപീകരണം സുപ്രീം കോടതി ഏറ്റെടുത്തു. സെർച്ച് കമ്മിറ്റി രൂപീകരണത്തിനായി 4 പേരുകൾ വീതം നൽകാൻ സംസ്ഥാനത്തോടും ഗവർണറോടും കോടതി നിർദ്ദേശിച്ചു. ഇരുവരും നൽകുന്ന പേരുകളിൽ നിന്നായിരിക്കും സെർച്ച് കമ്മിറ്റി സുപ്രീം കോടതി തീരുമാനിക്കുക. 5 അംഗ സെർച്ച് കമ്മിറ്റിയിൽ 1 അംഗം UGC നോമിനിയായിരിക്കും. പേരുകൾ നാളെ നൽകാമെന്ന് സംസ്ഥാനം അറിയിച്ചു. സുപ്രീം കോടതി രൂപീകരിക്കുന്ന സെർച്ച് കമ്മിറ്റിയുടെ നിർദ്ദേശത്തിൽ ചാൻസലർ സർക്കാരുമായി കൂടിയാലോചിച്ച് തീരുമാനമെടുക്കണമെന്നും നിർദ്ദേശം നൽകി. താൽക്കാലിക VC നിയമനത്തിനെതിരെയുള്ള കേരളത്തിന്റെ നിലപാട് നിയമപരമായി ശരിയാണെന്ന് കോടതി നിരീക്ഷിച്ചു. സർക്കാർ നിലപാട് ശരിയെന്ന് വ്യക്തമായെന്ന് മന്ത്രിമാരായ P രാജീവും ഡോക്ടർ R ബിന്ദുവും പ്രതികരിച്ചു. 24 ഡൽഹി. കേരള സാങ്കേതിക സർവകലാശാലയിലെ സാമ്പത്തിക പ്രതിസന്ധി പരിഹാരമാകാതെ തുടരും. ബജറ്റ് ചർച്ച ചെയ്യാൻ വിളിച്ച സിൻഡിക്കേറ്റ് യോഗം ക്വാറം തികയാതെ പിരിഞ്ഞു. എന്നാൽ വിദ്യാർത്ഥി പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് SFI നേതൃത്വവുമായുള്ള ചർച്ചയിൽ വൈസ് ചാൻസലർ ഉറപ്പു നൽകി. പൊതുജനങ്ങൾക്കേറെ പ്രയോജനപ്രദമായ ഒരു തീരുമാനമെന്ന ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്കാണ്. ദേശീയപാതയിലെ പെട്രോൾ പമ്പിലെ ശുചിമുറികൾ പൊതുജനങ്ങൾക്ക് തുറന്നു നൽകണമെന്ന് ഹൈക്കോടതിയുടെ ഉത്തരവ്. മറ്റിടങ്ങളിലുള്ള പെട്രോൾ പമ്പുകളിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം ഉണ്ടാകില്ല. സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ തടയാവൂവെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. വിഷ്ണു, ഇതിൽ കോടതി വ്യക്തമാക്കുന്നത് ദേശീയപാതയിലെ പെട്രോൾ പമ്പിലെ ശുചിമുറികൾ പൊതുജനങ്ങൾക്ക് തുറന്നു നൽകണമെന്നത് മാത്രമാണ്. മറ്റിടങ്ങളിലുള്ള പെട്രോൾ പമ്പുകളിൽ പ്രവേശനം ഉണ്ടാകില്ല എന്നും കോടതി വ്യക്തമാക്കുന്നുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു തീരുമാനം? നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഇടക്കാല ഉത്തരവ് ജസ്റ്റിസ് CS ഡയസ് തന്നെ പുറത്തിറക്കിയിരുന്നു. അതിൽ പറഞ്ഞത് സംസ്ഥാനത്തെ ഒരു പെട്രോൾ പമ്പിലെയും ശുചിമുറികൾ അത് പൊതുജനങ്ങൾക്ക് തുറന്നു നൽകേണ്ടതില്ല എന്നായിരുന്നു അതിൽ പറഞ്ഞിരുന്നത്. അത് പെട്രോളിയം ട്രേഡർ വെൽഫെയർ ലീഗൽ സ്റ്റഡീസ് നൽകിയ ഹർജിയിലാണ് അത്തരത്തിലൊരു നിലപാട് ഹൈക്കോടതിയുടെ ഭാഗത്ത് ഉണ്ടായത്. അത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവിനെ അടക്കം വലിയ തിരിച്ചടി ഉണ്ടാക്കിയിരുന്നു. പിന്നാലെയാണ് ചോദ്യം ചെയ്ത് വീണ്ടും ഈ ഹർജിയിൽ വാദം നടന്നത്. ഇപ്പോൾ അതേ ബെഞ്ച് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു, ദേശീയപാതയോരങ്ങളിലുള്ള പെട്രോൾ പമ്പുകളിലെ ശുചിമുറികൾ അത് പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു നൽകാം എന്ന ഭേദഗതിയാണ് വരുത്തിയിരിക്കുന്നത്. അതായത് സുരക്ഷാ പ്രശ്നങ്ങൾ ഒന്നുമില്ല എങ്കിൽ പൊതുജനങ്ങളെ ആ ശുചിമുറികൾ ഉപയോഗിക്കുന്നതിന് ഉടമസ്ഥർ തടയരുത് എന്നാണ് ഇപ്പോൾ ജസ്റ്റിസ് CS ഡയസിന്റെ ബെഞ്ച് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഒപ്പം മറ്റിടങ്ങളിൽ, അതായത് റൂറൽ മേഖലകളിലടക്കം ഈ ഇടറോഡുകളിലടക്കമുള്ള പെട്രോൾ പമ്പുകളുടെ ശുചിമുറികൾ അത് പഴയ പോലെ തന്നെ പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധ്യമല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് പ്രവേശനമില്ലാത്ത രീതിയിൽ തന്നെ തുടരും. ഈ ദേശീയപാത വിഷയവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഈ അന്തർ
സംസ്ഥാന ടൂറിസ്റ്റ് ആളുകളും സ്ത്രീകളും ഒക്കെ ധാരാളമായി യാത്ര ചെയ്യുന്ന ഒരു മേഖലയാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഒരു പക്ഷേ കോടതി ഇത്തരത്തിലൊരു ഇടപെടൽ നടത്തിയെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പൊതുജനങ്ങൾക്ക് ആശ്വാസകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ദേശീയപാതയിലെ പെട്രോൾ പമ്പിലെ ശുചിമുറികൾ പൊതുജനങ്ങൾക്ക് തുറന്നു നൽകണമെന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. നാളെ വിഭജന ഭീതി ദിനമായി ആചരിക്കണമെന്ന നിർദ്ദേശത്തെ ചൊല്ലി സർക്കാർ ഗവർണർ പോരുമുറുകുന്നു. ദിനാചരണം കലാലയങ്ങളിൽ നടപ്പാക്കില്ല എന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വ്യക്തമാക്കി. മന്ത്രിയുടെ നിലപാട് ഗവർണറെ അനുകൂലിക്കുന്ന വിസിമാർ തള്ളി. ദിനാചരണം നടത്തിയാൽ തടയുമെന്ന് SFIയും KSUവും അറിയിച്ചു. ഇന്ത്യ പാക് വിഭജനത്തിന്റെ ഓർമ്മകളിൽ സെമിനാറുകളും നാടകങ്ങളും ഉൾപ്പെടെ കോളേജുകളിൽ സംഘടിപ്പിക്കണമെന്നാണ് ചാൻസലർ കൂടിയായ ഗവർണർ വിസിമാർക്ക് നൽകിയ നിർദ്ദേശം. എന്നാൽ സംസ്ഥാനത്തെ കലാലയങ്ങളിൽ വിഭജന ഭീതി ദിനം നടപ്പാവില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. കേരളത്തിലെ ക്യാമ്പസുകളിൽ അത്തരം പരിപാടികൾ നടത്തേണ്ടതില്ല എന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിന്, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനുള്ളത്. ദിനാചരണം സംഘടിപ്പിക്കാൻ കണ്ണൂർ കേരള വിസിമാർ കോളേജുകൾക്ക് സർക്കുലർ അയച്ചു. ദിനാചരണം സംഘടിപ്പിക്കാൻ കോളേജുകളിൽ നിർദ്ദേശം നൽകിയെന്ന സാങ്കേതിക സർവകലാശാല VC ഡോക്ടർ K ശിവപ്രസാദ്. അതിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. നിർദ്ദേശം കൊടുത്തതനുസരിച്ചിട്ട് കോളേജുകളാണ്, അഫിലിയേറ്റഡ് കോളേജുകളാണ് തീരുമാനിക്കുന്നത്. SFIയും KSUവും ഭീതി ദിനാചരണത്തിനെതിരെ രംഗത്തെത്തി. SFI സർവകലാശാലകളിൽ ചാൻസലറുടെ കോലം കത്തിച്ചു. 24 തിരുവനന്തപുരം. അമേരിക്കയുടെ ചുങ്കപ്രഹരത്തിന് പിന്നാലെ റഷ്യയും ചൈനയുമായി ചർച്ചകൾക്ക് ഇന്ത്യ. വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഈ മാസം 20-ന് റഷ്യയിലെത്തും. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി S ജയശങ്കർ കൂടിക്കാഴ്ച നടത്തും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായുള്ള ചർച്ചകൾക്കായി ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി അടുത്തയാഴ്ച ഇന്ത്യയിലെത്തും. അടുത്ത മാസം ന്യൂയോർക്കിൽ നടക്കുന്ന UN ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ സുപ്രീം കോടതിയിൽ വാദം തുടരുന്നു. തിരിച്ചറിയൽ രേഖകളുടെ എണ്ണം കൂടുന്നത് വോട്ടർ സൌഹൃദമല്ലേ എന്ന് സുപ്രീം കോടതി ചോദിച്ചു. കരട് പട്ടികയിൽ ഒരേ വീട്ടുവിലാസത്തിൽ 240 പേരുണ്ട് എന്ന് ഹർജിക്കാരൻ സുപ്രീം കോടതിയെ അറിയിച്ചു. പൌരത്വം തീരുമാനിക്കാനുള്ള അധികാരം തെരഞ്ഞെടുപ്പ് കമ്മീഷനില്ല എന്നും ഹർജിക്കാർ വാദിച്ചു. ഹർജികളിൽ ഇന്നത്തേക്ക് വാദം പൂർത്തിയായി. ഹർജിക്കാരുടെ വാദം പൂർത്തിയാകുന്നതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാദമുന്നയിക്കും. തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിക്കെതിരായ പരാമർശത്തിൽ ഉറച്ച് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അവസരവാദ നിലപാട് സ്വീകരിക്കുന്നവരെ അവസരവാദികൾ എന്ന് തന്നെ വിളിക്കുമെന്നാണ് പ്രതികരണം. MV ഗോവിന്ദനെ ഗോവിന്ദചാമിയുമായി താരതമ്യപ്പെടുത്തിയ പരാമർശത്തിൽ സഭയിലെ ഒരു വിഭാഗത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. അതിരൂക്ഷ വിമർശനവുമായി തലശ്ശേരി അതിരൂപതയും കത്തോലിക്ക കോൺഗ്രസും രംഗത്ത് വന്നിട്ടും അവസരവാദി പരാമർശത്തിൽ ഉറച്ചു തന്നെ MV ഗോവിന്ദൻ. അവസരവാദ നിലപാട് സ്വീകരിക്കുന്നതുകൊണ്ടാണ് അവസരവാദം എന്ന് പറഞ്ഞത്. അവർക്ക് അനുകൂലമായ നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ഇടപാട് അതിനെയാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. ആ ചൂണ്ടിക്കാണിച്ചത് ഇന്നലെയും ശരിയാണ്, ഇന്നും ശരിയാണ്, നാളെയും ശരിയാണ്. വിമർശനം സഭാ നേതൃത്വത്തെയാകെ ശത്രുപക്ഷത്ത് നിർത്തിയാണെന്ന പ്രചാരണം CPIM തള്ളുന്നു. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ നിൽക്കെ വിവാദം തുടർന്നാൽ ഗുണം ചെയ്യില്ലെന്നാണ് പാർട്ടി വിലയിരുത്തൽ. വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ CPIMന്റെയും സഭാ നേതൃത്വത്തിന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല. MV ഗോവിന്ദനെ ഗോവിന്ദചാമിയുമായി താരതമ്യപ്പെടുത്തിയുള്ള പരാമർശത്തിൽ സഭയിലെ ഒരു വിഭാഗത്തിന് കടുത്ത അതൃപ്തിയുണ്ടെന്നാണ് വിവരം. 24 കണ്ണൂർ. നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. ഷൊർണൂർ നിലമ്പൂർ മേഖലയിലെ ജനങ്ങളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരവുമായി പുതിയ മെമു സർവീസ് ആരംഭിക്കും. നിലമ്പൂർ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനുകളെ ബന്ധിപ്പിച്ച് മെമു സർവീസിന് അംഗീകാരം നൽകിയതായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹാവൂർ റാണയുടെ ജുഡീഷ്യൽ കസ്റ്റഡി നീട്ടി. അടുത്ത മാസം 8 വരെയാണ് കസ്റ്റഡി. പട്യാല ഹൌസ് കോടതി നീട്ടിയത്. ഓണാഘോഷത്തിനുള്ള പണം കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിൽ ധനവകുപ്പ്. 19,000 കോടി രൂപ ഓണച്ചെലവുകൾക്ക് വേണ്ടി മാത്രം വരുമെന്നാണ് ധനവകുപ്പിന്റെ വിലയിരുത്തൽ. കേന്ദ്ര സർക്കാർ കനിഞ്ഞാൽ 11,000 കോടി രൂപ ലഭിക്കുമെന്ന് പ്രതീക്ഷ. പത്തനംതിട്ടയിൽ CPIM ഏരിയ സെക്രട്ടറി രാജിവെച്ചു. റാന്നി ഏരിയ സെക്രട്ടറി TN ശിവൻകുട്ടിയാണ് രാജിക്കത്ത് നൽകിയത്. ചില നേതാക്കൾക്കെതിരെ ജില്ലാ നേതൃത്വത്തിന് പരാതി നൽകിയ ശേഷമാണ് രാജിയെന്ന് സൂചന. മലപ്പുറം നിലമ്പൂരിൽ വീണ്ടും പുലിയിറങ്ങി. മൂത്തേടം നാരങ്ങാപ്പൊട്ടിയിൽ പറമ്പിൽ കെട്ടിയിട്ടിരുന്ന നായയെ പുലി കടിച്ചുകൊന്നു. ഇടുക്കി രാജാക്കാട് വട്ടക്കണ്ണിപ്പാറയിൽ മിനി ടൂറിസ്റ്റ് ബസ് അപകടത്തിൽപ്പെട്ടു. തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. 3 പേർക്ക് പരുക്കേറ്റു.
വയനാട് ബാണാസുര ഡാം റിസർവോയറിൽ യുവാവ് മുങ്ങി മരിച്ചു. മരിച്ചത് മംഗളം കുന്ന് ഉന്നതിയിലെ ശരത് ഗോപി. വാർത്താസന്ധ്യയിലേക്ക് വീണ്ടും. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പരിഹസിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കരട് വോട്ടർ പട്ടികയിൽ മരിച്ചതായി രേഖപ്പെടുത്തിയ വോട്ടർമാർക്കൊപ്പം ചായ കുടിക്കുന്ന വീഡിയോ പങ്കുവച്ചാണ് പരിഹാസം. ബീഹാറിൽ മരിച്ചതായി രേഖപ്പെടുത്തിയ 7 വോട്ടർമാർക്കൊപ്പമാണ് രാഹുൽ ഗാന്ധിയുടെ ചായ സൽക്കാരം. വിനീത വിജി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. വിനീത പറയും. പ്രവൃത്ത നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പരിഹസിച്ചുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് ബീഹാറിൽ നിന്നുള്ള 7 വോട്ടർമാർക്കൊപ്പമാണ് രാഹുൽ ഗാന്ധി ഇന്ന് ചായ സൽക്കാരം നടത്തിയിരിക്കുന്നത്. അവർക്കൊപ്പം ചായ കുടിക്കുന്ന ദൃശ്യങ്ങളും രാഹുൽ ഗാന്ധി പങ്കുവച്ചിട്ടുണ്ട്. ഈ 7 പേരും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പട്ടിക പ്രകാരം കരട് പട്ടികയിൽ നിന്ന് അവരെ മരിച്ചതായി രേഖപ്പെടുത്തിയിരിക്കുന്ന എന്നാണ് പറയുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കരട് വോട്ടർ പട്ടികയിൽ മരിച്ചതായി രേഖപ്പെടുത്തിയ 7 വോട്ടർമാർക്ക് ഒപ്പം ഇരുന്നു കൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇന്ന് ചായ കുടിച്ചിരിക്കുന്നത്. ഇതിന്റെ ദൃശ്യങ്ങളടക്കം രാഹുൽ ഗാന്ധി തന്നെ പുറത്തുവിട്ടിട്ടുമുണ്ട്. അതിൽ രാഹുൽ ഗാന്ധി പറയുന്നത് ഇങ്ങനെയാണ്: ജീവിതത്തിൽ രസകരമായിട്ടുള്ള നിരവധി അനുഭവങ്ങൾ തനിക്ക് ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ മരിച്ചുപോയവർക്കൊപ്പം ഇരുന്ന് ചായ കുടിക്കാൻ ഒരു അവസരം തനിക്ക് ലഭിച്ചിട്ടില്ല. അങ്ങനെ ഒരു അവസരം നൽകിയ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നന്ദി എന്ന് അറിയിച്ചുകൊണ്ടാണ് ഒരു പരിഹാസപൂർവ്വമുള്ള ഒരു പോസ്റ്റാണ് ഇത് രാഹുൽ ഗാന്ധിയുടെ. ഇത്തരത്തിലേക്ക് നന്ദി അറിയിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചിത്രങ്ങളും ഒപ്പം തന്നെ വീഡിയോയും അടക്കം രാഹുൽ ഗാന്ധി പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പരിഹസിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ വീഡിയോ. വിവരങ്ങളാണ് വിനീത വിജി നൽകിയത്. 24 കണക്റ്റും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും സംയുക്തമായി നിർമ്മിച്ചു നൽകിയ കാസർഗോഡ് ജില്ലയിലെ 4ാമത്തെ വീടിന്റെ താക്കോൽ കൈമാറി. കാറടുക്ക പഞ്ചായത്തിലെ ജോൽസ്നയ്ക്കാണ് ഇത്തവണ വീടൊരുങ്ങിയത്. ഭർത്താവ് മരിച്ചതോടെ നെച്ചിപ്പടുപ്പിലെ ജോൾസിനെയും പറക്കമുറ്റാത്ത 2 പെൺകുഞ്ഞുങ്ങളും തനിച്ചായി. സ്വന്തമായി സ്ഥലമില്ലാത്തതിനാൽ വീടെന്നത് സ്വപ്നം മാത്രമായി ഉള്ളിലൊതുങ്ങി. ഇതിനിടയിൽ അമ്മയുടെ സഹോദരി വീട് നിർമ്മിക്കാൻ സ്ഥലം നൽകി. ഇതോടെയാണ് ജോൾസിനെ 24 കണക്റ്റിനെ സമീപിക്കുന്നത്. 24 കാസർഗോഡ് ജില്ലാ റിപ്പോർട്ടർ അരുൺ പാറക്കൽ വീടിന്റെ താക്കോൽ കൈമാറി. 24 കണക്റ്റ് സംസ്ഥാന കോർഡിനേറ്റർ മനോജ് മാവേലിക്കര ഉദ്ഘാടനം നിർവഹിച്ചു. വീടെന്ന സ്വപ്നം 24ലൂടെ യാഥാർത്ഥ്യമായെന്നും സന്തോഷമെന്നും കുടുംബം. വീടില്ലാതെ സ്വപ്നം കാണാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ നിന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാത്ത ഇങ്ങനെ ഒരു സൗകര്യം, അതും ഇത്രയും വേഗം. എല്ലാവരോടും ഹൃദയത്തിൽ തൊട്ട് നന്ദിയുണ്ട് പറയാൻ. 24 കണക്റ്റിനും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും നന്ദിയെന്ന് വാർഡ് മെമ്പർ. ഇങ്ങനത്തെ ഒരു വീട് കൊടുത്ത എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. ജില്ലാ കോർഡിനേറ്റർ സജീവ് കുമാർ, രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. 24 കാസർഗോഡ്. നോക്കാം ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇതോടെ വാർത്താസന്ധ്യ പൂർണ്ണമാകുന്നു. ഇനി പൊതുജനം കഴുതേല സാർ എന്ന പരിപാടിയുമായി എത്തുന്നു KR ഗോപികൃഷ്ണൻ. നമസ്കാരം.